ഹായ് പറഞ്ഞേ. എടുക്കനാണോ? ചന്ദ്രകട്ടനാണോ? ഒരു പാട്ട് പാടിക്കേ. എനിക്ക് അറിയത്തില്ല, എന്നെ അറിയത്തില്ലാത്ത. കുഞ്ഞാപ്പി ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ലോങ് വീഡിയോ, ഷോർട്ടൊന്ന് രണ്ടെണ്ണമാക്കി ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ഇത് ഫസ്റ്റാണ്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഡെലിവറിക്ക് ശേഷം ഞാനിപ്പോൾ ഉള്ളത് കോതമംഗലത്താണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനും ഇങ്ങോട്ട് പോന്നു. അവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ മേഴ്സി ഹോസ്പിറ്റലിൽ, ആയുർവേദ ഹോസ്പിറ്റലിൽ എൻ്റെ പ്രസവരക്ഷ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇങ്ങോട്ടേക്ക്. പിന്നെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റാതെ വന്നുകൊണ്ടാണ് ഇടാതിരുന്നത്. ഇപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഉദ്ദേശിച്ചു എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഇതേ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് പാലൊക്കെ കുടിച്ചു, ഒരു കപ്പ് പാലൊക്കെ കുടിച്ചു. ദാണ്ടെ മണിക്കുട്ടനും അവരൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. ഇന്ന് ഞായറാണ്. അപ്പോൾ അവർ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അതുപോലെ ദാണ്ടെ എൻ്റെ കുഞ്ഞുമണി കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുവാണ് കേട്ടോ. ഇത് അവരെല്ലാവരും പള്ളിയിലൊക്കെ പോയി. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കിനും കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവൻ ഉറങ്ങേണ്ടതാണ്. സാധാരണഗതിയിൽ ഇവൻ പകലുറക്കവും രാത്രി ഉറക്കവും ഇല്ലാത്ത കുട്ടിയാണ്. പക്ഷെ ഇന്ന് എന്താണെന്നറിയാൻ പാടില്ലേ, പകൽ അത്ര നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്കും ഉറക്കം പോയി. രാത്രി എൻ്റെ ഉറക്കം പോകുന്നതുകൊണ്ട് എനിക്ക് പകൽ കിടന്ന് ഞാനും കുറേ നേരം ഇവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങും കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് ഉറങ്ങണം എന്ന് കൊതിച്ച് വന്നപ്പോഴത്തേക്കിനും എഴുന്നേറ്റ് ഭയങ്കര കളിയാണേ. ഉറക്കമൊന്നുമില്ലായിരുന്നു, കളിയും ചിരിയായിട്ടൊക്കെ തന്നെ ഇരിക്കുകയാണ്. ഒന്ന് ചെറുതായിട്ട് മയങ്ങും, പക്ഷേ എഴുന്നേറ്റ് പോരും. പിന്നെ ഇവിടെ ആയതുകൊണ്ട് എനിക്കൊരു ആശ്വാസമുള്ളത്, അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ചെറു നേരം റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ അമ്മയുടെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ നോക്കിക്കോളും. ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങും. ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. 3 പേരെയും വെച്ചുകൊണ്ടുള്ള യുദ്ധക്കളമായിരിക്കും. രാവിലെ കുഞ്ഞാപ്പിക്ക് സ്കൂളിൽ പോകണം, മണിക്കൂട്ടിന് അംഗനവാടിയിൽ പോകണം, പിന്നെ ഞാനും കുഞ്ഞും ചേട്ടൻ ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്. പിന്നെ എല്ലാം തരണം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ താണ്ടേ കുഞ്ഞ് എഴുന്നേറ്റ് കളിയോട് കളിയാണ് കേട്ടോ. ഇവനോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ ഉറങ്ങുന്നില്ല. അങ്ങനെ ഞാൻ അവനെ ഒരു വിധത്തിൽ ഉറക്കി കിടത്തിയിട്ട് എനിക്കൊന്ന് കിടക്കാം എന്നോർത്തിട്ട് ഞാൻ എന്ത് ബെഡിൽ വന്നിരുന്നതാണ് കേട്ടോ. ഇനി തലയിൽ കെട്ടിയിരിക്കുന്നതൊക്കെ അയച്ച് വെച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതേണ്ടേ അവൻ എഴുന്നേറ്റു പെട്ടെന്ന്, ഒരിച്ചിരി സമയം കൊണ്ട് എഴുന്നേറ്റു. എനിക്ക് നല്ലൊരു ഉറക്കം വന്നപ്പോഴത്തേക്കിനും അവനിങ്ങനെ എഴുന്നേറ്റ് പോന്നു. അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ. കുറച്ച് തുണിയൊക്കെ അലക്കാനും അങ്ങനെ അടുക്കളപ്പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ ഞാൻ വീണ്ടും കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനൊന്ന് കിടന്നുറങ്ങി. പക്ഷേ അവനങ്ങ് മയങ്ങി. ഒരു 10 മിനിറ്റ് ആയില്ല, അത് നേരത്തേക്കിനും പള്ളിയിൽ പോയ ആൾക്കാരെല്ലാം തിരിച്ചെത്തി. പിന്നെ ഉറങ്ങുമോ? കാരണം എന്താ, എൻ്റെ പിള്ളേർ ഒച്ച കേട്ടിട്ട് അവൻ ചാടി എന്നിട്ട്. അതുപോലെ വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വിരുന്നുകാരുണ്ടായിരുന്നപ്പോഴത്തേക്കിനും അവരുടെ എല്ലാം ബഹളം കേട്ടിട്ട് അവനിങ്ങനെ എഴുന്നേറ്റ് പോന്നു. പിന്നെ ഉറങ്ങിയില്ല കേട്ടോ. ചോറുണ്ടോ? നമുക്ക് മുട്ടായി കിട്ടി. അട്ടുമ്പോ ആണ്ട്രാ എന്നടാ, അട്ടുമ്പോ അതേടാ എന്നെ മണിക്കിട്ടാ.
മാറി ഇങ്ങോട്ട് പോരെ. ആ പോട്ടെ. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നെ വൈകുന്നേരത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. എന്നാ മണിക്കൂട്ടാ എന്നതാ അത്? ആടപ്പി ഇട്ടോ? എന്നാ അത്? ആടപ്പി ഇട്ടോ? ഇവിടെ വീട്ടിൽ കൊണ്ട് ആടപ്പി ഇട്ടോടാ. പോണ വഴിക്ക് അപ്പി ഇട്ട് വെച്ച് പോയി. ആടപ്പി ഇട്ടെന്ന്. ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിലാട്ടോ ഇനിയുണ്ട് കുറേ കടമ്പകൾ. കപ്പ വേവിക്കാൻ വെച്ചേക്കുന്നു. രസമാണ് പാചകം. കൊച്ചിനുള്ളത് ഫ്രൈ ചെയ്യുന്നു. ഞങ്ങളുടെ വാഴക്കൊല. ഓ കറക്റ്റ് അങ്ങ് വീഴുന്നുണ്ടല്ലോ. കുഞ്ഞാപ്പിതായില്ല. ഓ അത് പോയി. കൊച്ചോടെ നിപ്പുണ്ട്. അങ്ങനെ എറിയുമ്പോ നോക്കണം. അങ്ങനെ എറിയണ്ട, കൈ വേദന എടുക്കും. ഒന്നൊന്ന് എടുത്തു കൊണ്ടുവന്ന് വെക്കി. അങ്ങനെ കപ്പയും ചിക്കൻ കറിയൊക്കെ റെഡിയായി. ഞങ്ങളതൊക്കെ കഴിച്ചു കേട്ടോ. ഞാനത് കഴിച്ചത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോഴോർത്ത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ഉടനെ ക്യാമറ എടുത്തുകൊണ്ട് ഓടി വന്നു. വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ബാക്കി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലത്തെ കുഞ്ഞു വാവേനെ അമ്മ അവിടെ തൊട്ടിക്കിടത്തി ആട്ടി ഉറക്കുന്നു. ചേട്ടനും പൊന്നും ഒക്കെ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞാപ്പി കിടന്നുറങ്ങി കേട്ടോ. അവൾ കഴിച്ചായിരുന്നു. അവൾക്ക് എരിവില്ലാതെ കപ്പ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ. അങ്ങനെ അതുപോലെ അവൾക്ക് ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടി കഴിച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.